Good afternoon. Start ചെയ്യാം. So last ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത് ടോപ്പിക്സ്? ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഡയറക്റ്റഡ് വർക്ക്, സെമി വർക്ക്, ഡയറക്റ്റഡ് പാത്ത് ആൻഡ് സെമി പാത്ത്, right? Then what do you mean by directed work? എന്തൊരു ഡയറക്റ്റഡ് വർക്ക് എന്ന് പറയുന്നത്? ഒരു വർക്ക് തന്നെ അതിന് കറക്റ്റായിട്ട് ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വോക്കിനെയാണ്, ബട്ട് ഇവിടെ എന്താണ് ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ദെൻ വാട്ട് യു മീൻ ബൈ സെമി വർക്ക്? അൺഡയറക്റ്റഡ് ആയിരിക്കും. അത് അവിടെ നമ്മൾ എന്താ എഡ്ജ് കൺസിഡർ ചെയ്യുന്നില്ല അല്ലെ. അൺഡയറക്റ്റഡ് ഗ്രാഫിലെ വർക്ക് തന്നെയാണ് എന്ത് സെമി വർക്ക്. ദെൻ വാട്ട് യു മീൻ ബൈ ഡയറക്റ്റഡ് പാത്ത്? എന്താണ് പാത്ത്? ഡയറക്റ്റഡ് പാത്ത് എന്താ? Open walk in which no vertex appear more than once, then we consider the direction also. Okay, then semi path. Semi path means path in undirected graph. Write down the question. Define Hamiltonian circuits and paths with examples. Find out the number of edge disjoint Hamiltonian circuits possible in a complete graph with 5 vertices. നിങ്ങൾക്ക് കൺസെപ്റ്റ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് തരുന്നത്. ഡിഫൈൻ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് ആൻഡ് പാത്ത് വിത്ത് ആൻ എക്സാമ്പിൾ. ഫൈൻഡ് ഔട്ട് the number of edge disjoint Hamiltonian circuits possible in a complete graph with 5 vertices. Then, what do you mean by Hamiltonian circuits and path? What do you mean by Hamiltonian circuit? The Hamiltonian circuit എന്ന് പറയുന്നത് it's a circuit that covers every vertices of without repeating. Okay, exactly once, right? Except terminal vertices. Okay, then Hamiltonian path. In the Hamiltonian path എന്ന് പറയുന്നത് it's a path that covers every vertices of a graph exactly once. Okay, നിങ്ങൾ ഡിഫൈൻ ചെയ്യാം. ഒരു എക്സാമ്പിൾ അവിടെ പറയാം. And the second part എന്താ? Find out the number of edge disjoint Hamiltonian circuits possible in a complete graph with 5 vertices. Okay, in the equation edge disjoint Hamiltonian circuit find ചെയ്യാനുള്ള equation എന്തായിരുന്നു?
a complete graph with n vertices. The number of edge disjoint Hamiltonian circuit is important ആണെന്ന് ഞാൻ പറഞ്ഞതാണ്. n minus 1 by 2 where n is odd, then n minus 2 divided by 2 where n is even. Okay, so ഇവിടെ number of vertices എത്രയാണ്? 5 അല്ലേ? Okay, so ഏത് equation യൂസ് ചെയ്യും? The first one അല്ലേ? Okay, 4 minus 1 by 2. Sorry, 5 minus 1 by 2. 4 by 2 which is equal to 2. Okay അല്ലേ? Okay. പെട്ടെന്ന് എഴുതിയെടുത്തോ. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. The next question. Define directed path, semi-path, directed walk and semi-walk. Define directed path, semi-path, directed walk and semi-walk. Trace a directed path, semi-path, directed walk and semi-walk from the following graph. Trace a directed path, semi-path, directed walk and semi-walk from the following graph. ഓക്കെ, നിങ്ങൾ ഡിഫൈൻ ചെയ്യുക. നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം. ഇവിടെ എന്താ? ട്രേസ് എ ഡയറക്റ്റഡ് പാത്ത്. ഫസ്റ്റ് ഒരു ഡയറക്റ്റഡ് പാത്ത് പറഞ്ഞേ ഈ പെർട്ടിക്കുലർ ഗ്രാഫിന്. ഒരു പാത്ത് പറഞ്ഞേ, ഡയറക്റ്റഡ് പാത്ത്. പാത്തായിരിക്കണം, ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്യണം. എന്ന് പറഞ്ഞ ഏതാ ഡയറക്റ്റഡ് പാത്ത്? A, E1, D, E5, C. ഇത് ഡയറക്റ്റഡ് പാത്ത് ആണോ? A, E1, D, E5, C. ഡയറക്റ്റഡ് പാത്ത് ആണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ നിങ്ങള്? ഓഡിബിൾ അല്ലേ? Okay. A, E1, D, E5, C. ഡയറക്റ്റഡ് പാത്ത് അല്ലേ?
A, E1, D, E5, C. Directed അല്ലേ? Direction നോക്കിയേ. Okay, so directed path. ഇനി ഒരു സെമി പാത്ത് പറഞ്ഞേ. A, E1, D, E5, C, E4, P. A, E1, D, E5, C, E4, B. ഇത് സെമി പാത്ത് ആണോ? സെമി പാത്ത് ആണ്. ബിക്കോസ് ബി ടു സി ഡയറക്ഷൻ എന്താ ബി ടു സി ആണ്, ബട്ട് ഞാൻ സി ടു ബി ആണല്ലേ? ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തില്ലേ? ഓക്കെ, അപ്പൊ ഇത് സെമി പാത്ത് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഡയറക്റ്റഡ് വോക്കിന് എക്സാമ്പിൾ പറഞ്ഞേ. അതായത് വോക്ക് ക്ലോസ്ഡ് വർക്ക് ആവാം, ഓപ്പൺ വർക്ക് ആവാം. E1, 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 D, D, E5, E5, C, C, E3, E3, A. ഇതൊരു ക്ലോസ്ഡ് വോക്ക് ആണ്. ഓക്കെ, ക്ലോസ്ഡ് ഡയറക്റ്റഡ് വോക്ക് ആണ്. വോക്ക് ക്ലോസ്ഡ് ഡയറക്റ്റഡ് വോക്ക് ആണ്. ഓക്കെ, A, E1, D, E5, C, E3, A. ഓക്കെ, ഇതിലൊരു സെമി വോക്കിന് എക്സാമ്പിൾ പറഞ്ഞേ. ഇവിടെ എന്താ? E1, A, D, E5, E5, C, E4, C, B, E4, E2, A. E2, A. A, E1, D, E5, C, E4, B, E2, A. ഓക്കെ, ഡയറക്ഷൻ ഡിഫറെന്റ് ആണ്. ഓക്കെ ആണോ? ഡയറക്റ്റഡ് വോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ എഴുതാം. സെമി വോക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു എക്സാമ്പിൾ എഴുതാം. ഇതെന്താ? ഓപ്പൺ വോക്ക് ആണ്. പെട്ടെന്ന് എഴുതിയെടുത്തോ. കംപ്ലീറ്റ് ചെയ്തോ? കൺഫ്യൂസ്ഡ് ആകുന്നുണ്ടോ? ഇല്ലല്ലോ. Okay, then the last topic of our module 2, Fleury's algorithm. Before that, what do you mean by Euler circuit? എന്താണ് ഒരു യൂലർ സർക്യൂട്ട് എന്ന് പറയുന്നത്? യൂലർ പാത്ത് ഉള്ള യൂലർ പാത്ത്, അത് യൂലർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ യൂലർ ലൈൻ ഉണ്ടാവും. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ ഓക്കെ, ഒരു യൂലർ ഗ്രാഫിന് ഡെഫിനിഷൻ ചോദിച്ചാൽ പറയും ദാറ്റ് ഗ്രാഫ് കണ്ടെയ്ൻ യൂലർ ലൈൻ. ഓക്കെ, മൈ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് യു മീൻ ബൈ യൂലർ സർക്യൂട്ട്? ക്ലോസ്ഡ് വോക്ക് അല്ലേ? ക്ലോസ്ഡ് വോക്ക്. ഓക്കെ, ഒറ്റയ്ക്കല്ലേ എഡ്ജ് യൂസ് ആക്കൂ. okay, closed walk that contains every edges of a graph exactly once. അതല്ലേ യൂലർ സർക്യൂട്ട് എന്ന് പറയുന്നത് അല്ലേ? അതായത് സർക്യൂട്ട് ആണ് യൂലർ സർക്യൂട്ട് എന്ന് വെച്ചാൽ സർക്യൂട്ട് ദാറ്റ് കണ്ടെയ്ൻസ്
every edges of a graph exactly once. അല്ലേ? Here, V1A, V2B, V3C, V4D, V1. ഇതെന്താണ്? ഒരു സർക്യൂട്ട് ആണ്. യൂലർ സർക്യൂട്ട് ആണോ? ഈ സർക്യൂട്ട് എല്ലാ എഡ്ജസും എക്സാക്ട്ലി വൺസ് കവർ ചെയ്യുന്നുണ്ടോ? എല്ലാ എഡ്ജസും എക്സാക്ട്ലി വൺസ് കവർ ചെയ്യുന്നുണ്ട് ഈ സർക്യൂട്ടിലെ? ഉണ്ട്. അപ്പൊ ഇതെന്താണ്? യൂലർ സർക്യൂട്ട് അല്ലേ? എന്താ യൂലർ പാത്ത് എന്ന് പറയുന്നത്? എന്താ? It's a path that contains every edges of a graph exactly once. അല്ലേ? V1A, V2B, V3C, V4. സോ ഈ ഒരു ഗ്രാഫിന് ഞാനൊരു പാത്ത് കൺസ്ട്രക്ട് ചെയ്യാണ്. V1A, V2B, V3C, V4. ഇതൊരു പാത്താണ്. യൂലർ പാത്താണോ? എല്ലാ എഡ്ജസും എക്സാക്ട്ലി വൺസ് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ? ഓക്കെ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം, ഒരു ഗ്രാഫ് തരും, ദെൻ അതിൽ നിന്നൊരു യൂലർ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും? ഫസ്റ്റ് എന്ത് വേണം? ആ പെർട്ടിക്കുലർ ഗ്രാഫ് യൂലർ ആണോ എന്ന് എങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യുന്നത്? എല്ലാ വേർട്ടീസസിന്റെ ഡിഗ്രി ഈവൺ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഈവൺ ആണെങ്കിൽ അത് യൂലർ ഗ്രാഫ് ആണ്. യൂലർ ഗ്രാഫ് ആണെന്നുകൊണ്ട് എന്താ? യൂലർ സർക്യൂട്ട് ഫൈൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വേർട്ടെക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു യൂലർ സർക്യൂട്ട് ഫൈൻഡ് ചെയ്യും. അതല്ലേ പ്രോസസ്? ഓക്കെ, അപ്പൊ ഒരു സിമ്പിൾ ഗ്രാഫ് ആകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ഫൈൻഡ് ചെയ്യാൻ പറ്റും, റൈറ്റ്? ദെൻ ഒരു കോംപ്ലക്സ് ഗ്രാഫ് ആണെങ്കിൽ, അതായത് ഗ്രാഫിൽ നമ്പർ ഓഫ് വേർട്ടീസസും നമ്പർ ഓഫ് എഡ്ജസും ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു യൂലർ സർക്യൂട്ട് അല്ലെങ്കിൽ യൂലർ പാത്ത് ഫൈൻഡ് ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ അവിടെ എന്തൊരു ഓൾട്ടർനേറ്റീവ് വേ അല്ലെങ്കിൽ ഒരു മെത്തേഡ് യൂസ് ചെയ്യണം ടു ഫൈൻഡ് യൂലർ സർക്യൂട്ട് ആൻഡ് യൂലർ പാത്ത്. ഓക്കെ, സോ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഫ്ലോറീസ് അൽഗോരിതം. ഒരു ഗ്രാഫിന് യൂലർ സർക്യൂട്ട് അല്ലെങ്കിൽ യൂലർ പാത്ത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതം ആണെന്ത്? ഫ്ലോറീസ് അൽഗോരിതം. Okay, so Flory's algorithm is used to display the Euler path or Euler circuit from the given graph. So, എന്താ algorithm നോക്കാം. So, Flory's algorithm എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്തിനാ യൂസ് ചെയ്യുന്ന ഫ്ലോറീസ് അൽഗോരിതം? ഓക്കെ, സോ ഇതാണ് അൽഗോരിതത്തിന്റെ സ്റ്റെപ്സ്. നിങ്ങളൊന്ന് ഈ സ്റ്റെപ്പ് നോട്ട് ചെയ്യുക. പെട്ടെന്ന് നോട്ട് ചെയ്യുക. The first step, start with any vertex of non-zero degree. Start with any vertex of non-zero degree. Second one, choose any edge leaving this vertex which is not a bridge, bracket like cut edges. Choose any edge leaving this vertex which is not a bridge, bracket like cut edges. And third one, if there is no such edge, stop. If there is no such edge, stop.
And fourth step, otherwise append the edge to the Euler circuit. Append the edge to the Euler circuit, comma, remove it from the graph, and repeat the process, starting with the other endpoint of this edge. Remove it from the graph and repeat the process starting with the other endpoint of this edge. കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഒരു കൺസെപ്റ്റ് പഠിക്കും, ബ്രിഡ്ജ് ഓ കട്ട് എഡ്ജ്. ഓക്കെ, സോ ഇതൊരു ഗ്രാഫാണ്. ഇവിടെ ഞാൻ ബി ഡി എന്ന് പറഞ്ഞ എഡ്ജ് ഇവിടുന്ന് റിമൂവ് ചെയ്യാണ്. ബി ഡി എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ ഈ ഗ്രാഫ് ഡിസ്കണക്ട് ആകുന്നുണ്ടോ? എന്താ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്? എപ്പോഴൊരു ഗ്രാഫ് കണക്റ്റഡ് എന്ന് പറയുന്നത്? ഏത് രണ്ട് പെയർ ഓഫ് വെർട്ടിസസ് എടുത്താലും അതിനെ കണക്ട് ചെയ്തിട്ട് എന്താണ്, ഒരു പാത്ത് ഉണ്ടായിരിക്കണം അല്ലേ? അതാണ് കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഗ്രാഫിന്ന് ബി ഡി എന്ന് പറയുന്ന എഡ്ജ് ഇവിടുന്ന് റിമൂവ് ചെയ്യാണ്. റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് കണക്റ്റഡ് തന്നെയല്ലേ, ഡിസ്കണക്റ്റഡ് ആണോ? ഇത് കണക്റ്റഡ് അല്ലേ? Connected or disconnected? ഒന്ന് റിപ്ലൈ ചെയ്തേ. ആ പെർട്ടിക്കുലർ ഗ്രാഫിന്ന് ബി ഡി എഡ്ജ് റിമൂവ് ചെയ്താൽ ഗ്രാഫ് കണക്റ്റഡ് ആണോ ഡിസ്കണക്റ്റഡ് ആണോ? റിസൾട്ടന്റ് ഗ്രാഫ് കണക്റ്റഡ് ആണ്. Okay, the next, so ഈ ഗ്രാഫ് ഞാൻ സി ബി എന്ന് പറഞ്ഞ എഡ്ജ് റിമൂവ് ചെയ്യാണ്. ദെൻ റിസൾട്ടന്റ് ഗ്രാഫ് എന്തായിരിക്കും? എന്തായിരിക്കും റിസൾട്ടന്റ് ഗ്രാഫ്? ഈ പെർട്ടിക്കുലർ ഗ്രാഫിന്ന് സി ബി എഡ്ജ് റിമൂവ് ചെയ്താൽ ഗ്രാഫ് എന്തായിരിക്കും? കണക്റ്റഡ് ആണോ ഡിസ്കണക്റ്റഡ് ആണോ? ഡിസ്കണക്റ്റഡ്. ഓക്കെ, ഗ്രാഫ് ഡിസ്കണക്റ്റഡ്. സോ എനിക്ക് ഈ സി ബി എഡ്ജിന് എന്ത് പറയാം? ദിസ് എഡ്ജ് ഈസ് ബ്രിഡ്ജ് ഓ കട്ട് എഡ്ജ്. ബ്രിഡ്ജ് ഓർ കട്ട് എഡ്ജ്. അതായത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇസ് എൻ എഡ്ജ്. ഡെഫിനിഷൻ എത്തിക്കോ. ഇസ് എൻ എഡ്ജ്. ബ്രിഡ്ജ് ഈസ് എൻ എഡ്ജ് whose removal disconnect the graph. Bridge എന്ന് പറഞ്ഞാൽ is an edge whose removal disconnect the graph.
ഈ പെർട്ടിക്കുലർ ഗ്രാഫിൽ ഏതാണ് ബ്രിഡ്ജ് എഡ്ജ്? ഏതാണ് ബ്രിഡ്ജ്? ഏത് എഡ്ജ് റിമൂവ് ചെയ്യുന്നതാണ് ഗ്രാഫ് ഡിസ്കണക്ട് ആവുന്നത്? സി ഡി. Okay, here CD is a bridge. Concept okay ആണോ? ഓക്കെ. ഓക്കെ, സോ നമുക്ക് അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ എയിം എന്താണ്? ടു ഫൈൻഡ് യൂളർ സർക്യൂട്ട് ഓർ യൂളർ പാത്ത് ഫ്രം ദ ഗിവൺ ഗ്രാഫ്. ഒരു യൂളർ സർക്യൂട്ട് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു വേർട്ടെക്സിന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ വേർട്ടെക്സിന്റെ ഡിഗ്രി എന്തായിരിക്കണം? നോൺ സീറോ ആയിരിക്കണം. ഓക്കെ, അപ്പൊ യൂളർ ഫസ്റ്റ് എന്ത് ചെക്ക് ചെയ്യുന്ന വെച്ചാൽ ഗിവൺ ഗ്രാഫ് യൂളർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെ ചെക്ക് ചെയ്യണം? എല്ലാ വേർട്ടീസസിന്റെയും ഡിഗ്രി ഈവൺ ആണോ എന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് നോൺ സീറോ വേർട്ടെക്സ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു നോൺ സീറോ വേർട്ടെക്സ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ഈ വേർട്ടെക്സ് ലീവ് ചെയ്യുന്ന ഒരു എഡ്ജ് ചൂസ് ചെയ്യാം. എ ബി എന്ന് പറഞ്ഞൊരു എഡ്ജ് ചൂസ് ചെയ്യുന്നു. ഓക്കെ, സോ ഈ എഡ്ജ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആ എഡ്ജ് എന്തായിരിക്കരുത്? ബ്രിഡ്ജ് ആയിരിക്കരുത്. ഒരു പ്രോബ്ലം പറയുമ്പോൾ ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് എന്ത് വേണം? ഒരു വേർട്ടെക്സിന് സ്റ്റാർട്ട് ചെയ്യുക, ദെൻ ഒരു എഡ്ജ് ചൂസ് ചെയ്യുക. അപ്പൊ എഡ്ജ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെക്ക് ചെയ്യണം? അത് ബ്രിഡ്ജ് ആയിരിക്കരുത്. വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രമാണ് എന്ത് ആ എഡ്ജ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ അൽഗോരിതത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ എന്താ? ബ്രിഡ്ജ് നിങ്ങൾ ചൂസ് ചെയ്യരുത്. ഓക്കെ, ദെൻ ഈ പെർട്ടിക്കുലർ എഡ്ജ് ചൂസ് ചെയ്തു. ആ എഡ്ജ് എന്താണ്? യൂളർ സർക്യൂട്ടിലേക്ക് അപ്പൻഡ് ചെയ്യും. ഒരു യൂളർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എഴുതും, അതിലേക്ക് അപ്പൻഡ് ചെയ്യും. ഓക്കെ, ദെൻ ഈ പെർട്ടിക്കുലർ എഡ്ജ് എന്താ? ഗ്രാഫ് ഒന്ന് ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഈ ഒരു പെർട്ടിക്കുലർ എഡ്ജിന്റെ എൻഡ് പോയിന്റ് ഉണ്ടാവുമല്ലോ, അടുത്ത എൻഡ് പോയിന്റ് എന്താണ്? പി. ദെൻ ഇവിടെ നിന്ന് എന്താണ്? എഗെയിൻ ഒരു എഡ്ജ് ചൂസ് ചെയ്യും. ആ എഡ്ജ് എന്താ? യൂളർ സർക്യൂട്ടിലേക്ക് ആഡ് ചെയ്യും. ദെൻ ആ എഡ്ജ് എന്തായിരിക്കും? ഗ്രാഫ് നിന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഗ്രാഫിലെ എല്ലാ എഡ്ജസും റിമൂവ് ആകുന്നവരെ എന്താണ് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇതാണ് അൽഗോരിതത്തിന്റെ ഒരു ക്വിക്ക് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഫസ്റ്റ് ഒരു വേർട്ടെക്സ് ചൂസ് ചെയ്യും, അത് നോൺ സീറോ വേർട്ടെക്സ് ചൂസ് ചെയ്യും. ദെൻ എന്താണ്? അതിന്റെ ഒരു എഡ്ജ് ചൂസ് ചെയ്യും. ആ വേർട്ടെക്സിന് ലീവ് ചെയ്യുന്ന ഒരു എഡ്ജ് ചൂസ് ചെയ്യും. അപ്പൊ എഡ്ജ് ചൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താ നോക്കേണ്ടത്? ആ എഡ്ജ് ബ്രിഡ്ജ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രമാണ് ആ ഒരു എഡ്ജ് ചൂസ് ചെയ്യേണ്ടത്. ദെൻ ആ പെർട്ടിക്കുലർ എഡ്ജ് എന്താ? യൂളർ സർക്യൂട്ടിലേക്ക് ആഡ് ചെയ്യുക, ഗ്രാഫ് ഒന്ന് റിമൂവ് ചെയ്യുക. ദെൻ എഡ്ജിന്റെ അതർ പോയിന്റ് ഉണ്ടാവും, അതർ വേർട്ടെക്സ് ഉണ്ടാവും. അവിടെ നിന്ന് എന്താണ്? എഗെയിൻ അനദർ എഡ്ജ് ചൂസ് ചെയ്ത് ഈ പ്രോസസ് അങ്ങ് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സോ എന്തുകൊണ്ടായിരിക്കും ബ്രിഡ്ജ് ചൂസ് ചെയ്യാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ബ്രിഡ്ജ് ചൂസ് ചെയ്യേണ്ടെന്ന് പറയുന്നത്? കാരണം എന്താ വെച്ചാല് ഇതാണ് ഗ്രാഫ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്തത് എ എന്ന് പറയുന്ന
ഹലോ, ടീച്ചറെ സോറി, വൈഫൈ കട്ട് ചെയ്തതാണ്. ഞാൻ ഏതുവരെയായിരുന്നു? ടൂറിസ്റ്റ് അൽഗോരിതം കംപ്ലീറ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഹലോ, സെവിനെ ഹലോ. ടീച്ചറെ പറയാം. ഓക്കെ, അൽഗോരിതം കംപ്ലീറ്റ് വരെ കേട്ടായിരുന്നു നിങ്ങൾ? ഇല്ല, കുറച്ച് സമയം പോയിട്ട് ടീച്ചർ. ആണോ? ഓക്കെ, ഞാൻ ഒന്നുകൂടി അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു വേർട്ടിക്സ് ചൂസ് ചെയ്യാം. ഗ്രാഫിൽ നിന്ന് ഒരു വേർട്ടിക്സ് ചൂസ് ചെയ്യാം. ഓക്കെ, സോ വേർട്ടിക്സ് ചൂസ് ചെയ്യുമ്പോൾ അതെന്തായിരിക്കണം? നോൺ സീറോ ഡിഗ്രി ആയിരിക്കണം വേർട്ടിക്സിന്. ഓക്കെ, നെക്സ്റ്റ് ആ വേർട്ടിക്സിന് എന്താണ് ലീവ് ചെയ്യുന്ന വേറൊരു എഡ്ജ് ചൂസ് ചെയ്യുക. സേ ഹിയർ എ ബി എന്ന് പറയുന്ന ഒരു എഡ്ജ് ചൂസ് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ ആണോ? അപ്പൊ എ ബി എന്ന് പറയുന്ന ഒരു എഡ്ജ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ആ എഡ്ജ് ബ്രിഡ്ജ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ബ്രിഡ്ജ് ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ എഡ്ജ് ചൂസ് ചെയ്യരുത്. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ബ്രിഡ്ജ് ചൂസ് ചെയ്യരുത്. ദെൻ വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രമാണ് എന്ത് ആ ബ്രിഡ്ജ് എഡ്ജ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ ഒരു പെർട്ടിക്കുലർ എഡ്ജ് എവിടുന്ന് ഗ്രാഫിന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അതിനു മുന്നേ നിങ്ങൾ എന്താ യൂളർ സർക്യൂട്ടിലേക്ക് ആഡ് ചെയ്യാം. യൂളർ സർക്യൂട്ടിലേക്ക് ഈ ഒരു പെർട്ടിക്കുലർ എഡ്ജ് ആഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ആ എഡ്ജ് ഗ്രാഫിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്താ ആ എഡ്ജിന്റെ അതർ പോയിന്റ് ആണ് ബി. ദെൻ ബിന്ന് എന്താ അനദർ എഡ്ജ് ചൂസ് ചെയ്യാം. ദെൻ ആ എഡ്ജ് എവിടത്തേക്ക് ആഡ് ചെയ്യണം? യൂളർ സർക്യൂട്ടിലേക്ക് ആഡ് ചെയ്യുക. ഗ്രാഫിൽ നിന്ന് എന്താണ് ഈ എഡ്ജ് റിമൂവ് ചെയ്യുക. ഓക്കെ, ദെൻ ഈ എഡ്ജിന്റെ അതർ വെർട്ടെക്സ് എന്താണ്? സി. സിന്ന് എന്താ അടുത്ത എഡ്ജ് ചൂസ് ചെയ്യുക. ഗ്രാഫിൽ നിന്ന് ആ എഡ്ജ് റിമൂവ് ചെയ്യുക. യൂളർ സർക്യൂട്ടിലേക്ക് എഡ്ജ് ആഡ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഗ്രാഫിലെ എല്ലാ എഡ്ജസും റിമൂവ് ആകുന്നവരെ എന്താണ് ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ എന്തുകൊണ്ടായിരിക്കും ഈ ബ്രിഡ്ജ് ചൂസ് ചെയ്തെന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ? എനി ഐഡിയ? സപ്പോസ് എ ബി സി ഡി ഇ എഫ് ഇതാണ് ഒരു ഗ്രാഫ് എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്ത വേർട്ടെക്സ് എ ആണ്. എ ചൂസ് ചെയ്തു. ദെൻ അതിന്റെ ഒരു എഡ്ജ് ബി, എ ബി ചൂസ് ചെയ്തു. ദെൻ എ ബി ഗ്രാഫിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ബിയിലെത്തി. എനിക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ബി ടു സി എഡ്ജ് ചൂസ് ചെയ്യാം, ബി ടു ഡി എഡ്ജ് ചൂസ് ചെയ്യാം. ഓക്കെ, ഈ ബി ഡി എന്ന് പറയുന്ന എഡ്ജ് എന്താണ്? ഇവിടെ ബ്രിഡ്ജ് ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഇതാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു എഡ്ജ് ആണ് നെക്സ്റ്റ് ചൂസ് ചെയ്യുന്നത്, ബി ഡി. ഓക്കെ, ദെൻ ഈ എഡ്ജ് ഗ്രാഫിൽ നിന്ന് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യുമ്പോൾ എന്താ എന്റെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി. ഓക്കെ, ദെൻ ഇവിടെ ഡി എത്തി. ഇനി അടുത്തത് ഞാൻ എഫ് ചൂസ് ചെയ്യുന്നു. ഡി എഫ്, എഫ് ചൂസ് ചെയ്തു. ദെൻ അടുത്തത് എഫ് പി ചൂസ് ചെയ്തു. ഗ്രാഫിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇനി എന്താണ്? ഡി പി ചൂസ് ചെയ്തു. ഓക്കെ, ഇവിടുന്ന് റിമൂവ് ചെയ്തു. ഇനി എനിക്ക് ട്രാവേഴ്സ് ചെയ്യേണ്ടത് ബി സി ഉണ്ട്, എ സി ഉണ്ട്. ഈ എഡ്ജസ് ട്രാവേഴ്സ് ചെയ്യണം അല്ലേ? ബട്ട് എനിക്ക് ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു എഡ്ജ് ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ഇത് ഇവിടെ ഡിസ്കണക്റ്റഡ് ആയി. അപ്പൊ എനിക്ക്
കിട്ടി റിസൾട്ടന്റ് ആയി കിട്ടിയ ഗ്രാഫ് സർക്യൂട്ട് എന്തായിരിക്കും? യൂളർ സർക്യൂട്ട് ആയിരിക്കില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, സ്റ്റാർട്ടിങ്ങില് അൽഗോരിതത്തിന്റെ സ്റ്റാർട്ടിങ്ങില് ബ്രിഡ്ജ് എഡ്ജ് ചൂസ് ചെയ്യരുത്. വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രമാണ് എന്ത് ബ്രിഡ്ജ് എഡ്ജ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? മിസ് ഓക്കെ. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. സോ ഹിയർ ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാഫിൽ നിന്ന് യൂളർ സർക്യൂട്ട് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, യൂളർ സർക്യൂട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഫ്ലൂറീസ് അൽഗോരിതം യൂസ് ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് ഒരു ആർബിട്രറി വേർട്ടെക്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് എഫ് എന്ന് പറയുന്ന ഒരു വേർട്ടെക്സ് ചൂസ് ചെയ്യുന്നു, എഫ്. ഓക്കെ, നെക്സ്റ്റ് എന്താ, എഡ്ജ് ചൂസ് ചെയ്യണം അല്ലെ. ഇവിടെ കുറെ ഓപ്ഷൻ ഉണ്ട്, എഫ് സി, എഫ് ടി. അപ്പൊ ഞാൻ ചൂസ് ചെയ്യുന്നത് എന്താണ്, എഫ് സി ആണ്. ചൂസ് ചെയ്യുന്ന എഡ്ജ് എഫ് സി. ഓക്കെ, ഞാൻ ഇത് എന്ത് ചെയ്യുന്നു, സർക്യൂട്ടിലേക്ക് ഇത് ആഡ് ചെയ്യാണ്. സർക്യൂട്ടിലേക്ക് ആഡ് ചെയ്യാണ് എഫ് സി. ഇനി നെക്സ്റ്റ് എന്ത് വേണം, ഇവിടെ ഇത് റിമൂവ് ചെയ്യണ്ടേ. റിമൂവ് ചെയ്യാം. ഓക്കെ, ഗ്രാഫ് ഒന്ന് റിമൂവ് ചെയ്തു. ഓക്കെ, നൗ ഇവിടെ ഇവിടെ എത്തി അല്ലേ. ഇനി നെക്സ്റ്റ് അടുത്ത എഡ്ജ് ചൂസ് ചെയ്യണം. എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, സി ടു ഡി, സി ടു ഇ, സി ടു എ. ഞാൻ ചൂസ് ചെയ്യുന്നത് സി ടു ഡി ആണ്. സി ടു ഡി എന്നാൽ സർക്യൂട്ടിലേക്ക് ആഡ് ചെയ്യുന്നു, സി ടു ഡി. ഓക്കെ, ഇനി എന്താ, ഈ സി ടു ഡി എന്ന് പറയുന്ന എഡ്ജ് ഗ്രാഫ് നിന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഡി. ദെൻ ഏതൊക്കെ എഡ്ജ് ചൂസ് ചെയ്യാം, ഡി ടു ബി അല്ലെങ്കിൽ ഡി ടു എ. ഞാൻ ചൂസ് ചെയ്യുന്നത് ഡി ടു എ ആണ്. ഞാൻ യൂളർ സർക്യൂട്ടിലേക്ക് ആഡ് ചെയ്യുന്നു, എഫ് സി ഡി എ. ഓക്കെ, ഞാൻ ഗ്രാഫിൽ നിന്ന് എന്താ ആ പെർട്ടിക്കുലർ എഡ്ജ് റിമൂവ് ചെയ്യാണ്. ഓക്കെ, ഇനി എവിടെ എത്തി, ഇവിടെ എത്തി. ഓക്കെ, ഇനി ഈ എവിടുന്ന് എന്തൊക്കെ എഡ്ജ് ചൂസ് ചെയ്യാം, എ ടു ബി ചൂസ് ചെയ്യാം, എ ടു സി ചൂസ് ചെയ്യാം, എ ടു ഇ ചൂസ് ചെയ്യാം. ബട്ട് എ ടു ബി ചൂസ് ചെയ്യാൻ പറ്റുമോ ഇവിടുന്ന്? ഇല്ല. കാരണം എന്താ, ബ്രിഡ്ജ് ആണല്ലേ. അപ്പൊ ഞാൻ ചൂസ് ചെയ്യുന്നത് എ ടു സി. എ ടു സി ചൂസ് ചെയ്യുന്നു, യൂളർ സർക്യൂട്ടിലേക്ക് ആഡ് ചെയ്യാണ്, എഫ് സി ഡി എ സി. ദെൻ ഗ്രാഫ് നിന്ന് റിമൂവ് ചെയ്യാണ്. ഓക്കെ, നൗ സി. ഇനി ഏത് എഡ്ജ് ചൂസ് ചെയ്യാം, ഓൺലി വൺ എഡ്ജ് ഇവിടെ അല്ലേ, സി ടു ഇ. നെക്സ്റ്റ് ചൂസ് ചെയ്യുന്നത് സി ടു. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പം വിടും. ഓക്കെ, സി ടു ഇ അല്ലെ, യൂളർ സർക്യൂട്ടിലേക്ക് ആഡ് ചെയ്യും, എഫ് സി ഡി എ സി ഇ. ഓക്കെ, ദെൻ ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്യും. ഇനി അടുത്ത ഏത് എഡ്ജാണ്, ഇ ടു എ. ഇ ടു എ.
ഗ്രാഫ് ഒന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നത് എന്താ, എ ടു ബി സർക്യൂട്ടിലേക്ക് ആഡ് ചെയ്യുന്നു. ഗ്രാഫ് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നത് ബി ടു ഡി, ബി ടു ഡി എഫ് സി ഡി എ സി ഇ എ ബി ഡി ഗ്രാഫിന് റിമൂവ് ചെയ്യുന്നു. ദെൻ ഡി ടു എഫ് ചൂസ് ചെയ്യുന്നു. ഡി ടു എഫ് സർക്യൂട്ടിലേക്ക് ആഡ് ചെയ്യാണ്. ഓക്കെ, ഗ്രാഫ് ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. ദെൻ ഗ്രാഫിൽ എന്താ, എല്ലാ എഡ്ജസും ഡിലീറ്റ് ചെയ്തു. ദെൻ ഫൈനലി കിട്ടുന്നത് എന്താണ്, യൂളർ സർക്യൂട്ട് ആണ്. ഓക്കെ, ഇതാണ് അൽഗോരിതം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നാളെ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് അറ്റൻഡൻസ് പ്ലീസ്.